നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബ്രോക്കർ ശിവം വിളിച്ച നാളെ അനുവിനെ കാണാനായിട്ട് പെൺകൂട്ടിൽ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ബാലൻ ധർമ്മനോടും അതുപോലെ ആകാശിനോടും രാമേട്ടനോടും ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എടാ ബാല, ആ കൊച്ചു പഠിച്ചോണ്ടിരിക്കുവല്ലേ, രാമേട്ടന് കഥകളൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് രാമേണ്ണ അങ്ങനെ പറയണേ. ഇത്ര എടപെടിന്ന് കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് പോരെന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, ജോലി അതൊന്നും ഇനി നോക്കുന്നില്ല രാമേട്ട, എന്നാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേടാ, അപ്പൊ അതിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ. ഇനിയിപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല രാമേട്ട, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. പിന്നെ പഠനവും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇനിയിപ്പൊ വേണമെങ്കിൽ കല്യാണത്തിന് ശേഷം അവര് നടത്തിക്കോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. രാമേട്ട പറഞ്ഞു, കല്യാണപ്രായം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാ കല്യാണം നടക്കണമെന്നും പറയാൻ പറ്റില്ല, എല്ലാം ഓരോരുത്തരുടെയൊക്കെ യോഗമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാൻ ഗോമതിയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ, നാളെ അവര് വരുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് ബാലൻ ഗോമതിയെ വിളിച്ചു. ഗോമതി, നാളെ ചെക്കൻകൂട്ടിൽ വരുന്നുണ്ട്, ബ്രോക്കർ ശിവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആണോ, എപ്പോഴാ വരട്ടെ വരുന്നേ? നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പത്തേനും വരുമെന്നാ പറഞ്ഞേ. പിന്നെ അനുവിനോട് കാര്യങ്ങൾ പറഞ്ഞേക്കണം, ഒരു കാരണവശാലും അവൾ എതിർപ്പൊന്നും പറയരുത്, അതിന്റെ ഉത്തരവാദിത്തം നിനക്കാന്ന് പറഞ്ഞു. ശരി ബാലേട്ട, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഈ സമയത്ത് സുകന്യ അങ്ങോട്ടേക്ക് വന്നു. സുകന്യ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനുവിനെ കാണാനായിട്ട് നാളെ ചെക്കൻകൂട്ടിൽ വരുവാന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സുകന്യക്ക് പെട്ടെന്ന് കൃഷ്ണമംഗലത്തെ നീ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്ന് ഒന്ന് തോന്നി. അനു ആണെങ്കിലോ ഇത് കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അനുവിനോട് ഗോമതി പറയുകയും ചെയ്തു നാളെ അവര് വരുന്നുണ്ടെന്നുള്ള കാര്യം. അനുവിന് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. പിന്നീട് സുകന്യ നേരെ കൃഷ്ണമംഗലത്തെ എന്ന് അലോകിനോട് ഈ കാര്യങ്ങൾ പറയണം. അലോക് പറഞ്ഞു, അവളെന്ത് പറഞ്ഞു? അവൾക്ക് സമ്മതമായിരിക്കില്ലേ, നാളെ അവന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാനായിരിക്കും അവളുടെ പുറപ്പാട്. ഞാൻ സമ്മതിക്കില്ല, ജീവനുണ്ടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എടാ, നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതേ സുകന്യേച്ചി, നിങ്ങൾ ഒരുമാതിരി പരിപാടി കാണിക്കരുത്, കാര്യവരുത്തരം കാണിക്കരുത്. നിങ്ങളും കൂടെ ചേർന്നിട്ടല്ലേ ഇവിടം വരെ എത്തിച്ചേ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കാലു വാരോടെന്ന് ചോദിച്ചു. എടാ, നിന്റെ കാര്യപ്പോണ്ടല്ലേ നിന്നോട് ആരെങ്കിലും പറഞ്ഞു ആ വീട്ടിലേക്ക് വന്ന് കയറാനായിട്ട്? അതുകൊണ്ടല്ലേ? ഓഹോ, അപ്പൊ ചേച്ചി എനിക്ക് കൂട്ടു തന്നതോ? അനുവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് പറയാൻ പോലും പറ്റില്ല. ഒരു കാരണവശാലും അവള് അവന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കരുത്. പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങണം, അതിന് ചേച്ചി എന്നോടൊപ്പം നിൽക്കണം. ദൈവമേ, തന്റെ പുക കണ്ടിട്ട് ഇവന് അടങ്ങോളം തോന്നേ. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പെട്ടെന്ന് സുകന്യ പറഞ്ഞു, എടാ, എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് നിന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ധർമ്മേണ്ട കാര്യം അറിയാലോ, അല്ലെങ്കിൽ തന്നെ ഈ പേര് പറഞ്ഞിട്ട് ധർമ്മേണ്ണ എന്നെ തല്ലുമൊക്കെ ചെയ്താ ഇനിയും ഞാൻ നിന്റെ കൂടെ നിൽക്കണോടാ. അങ്ങനെ അങ്ങോട്ട് ചേച്ചി കൈയൊഴി ഞാൻ വരട്ടെ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ചേച്ചി എന്നോടൊപ്പം നിന്നേ മതിയാവുള്ളൂ. ഈ കല്യാണം മുടക്കണം. അനു എന്റേതാണ്, അവൾ ഈ കൃഷ്ണമംഗലത്തേക്ക് വരണം അലോകിന്റെ കൈ പിടിച്ച്, അല്ലാതെ വേറെ ഒരുത്തന്റെയും കൂടെ അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അലോക് പുലമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോ അനുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അനു ഹാളിലേക്ക് വന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. മിത്ര ആ കാഴ്ച കണ്ടു. മിത്ര പോയി മീനാക്ഷിയെയും ശ്രീദേവിയും കൂട്ടിക്കൊണ്ടു വന്നു. എന്നിട്ടൊരു നോക്ക്, തെങ്ങ് നോക്ക്, അനു നടക്കുന്ന നടപ്പ് കണ്ടോ, അവൾക്ക് ഉറക്കമില്ല, അവൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചോദിക്കാന്നും പറഞ്ഞ് അവര് 3 പേരും കൂടെ അനുവിന്റെ അടുത്തേക്ക് വന്നു. അനുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രീദേവി ചോദിച്ചു, എന്താനു, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിന്റെ മുഖത്തെന്തോ ഒരു ടെൻഷന്. ഒന്നുമില്ല ശ്രീദേവി ചേച്ചി. മിത്ര പറഞ്ഞു, ഒന്നും ഉണ്ടാവരുത്, ഇതിനു മുമ്പ് അറിയാലോ കാര്യങ്ങളൊക്കെ. മീനാക്ഷി പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെ നീ ഒന്ന് തുറന്നു പറഞ്ഞു, അല്ല ഞങ്ങൾക്കറിയാൻ പറ്റുമോ, നീ ഇനിയും മനുഷ്യനെ വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്ക് ടെൻഷനാ അലോകിന്റെ കാര്യം ഓർത്തിട്ട്. അവന്റെ കാര്യം ഓർത്തിട്ട് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നും മിത്ര. അത് പിന്നെ ചേച്ചി, എങ്ങാനും അവൻ ഇങ്ങോട്ടേക്ക് വരുവോന്ന്. വരാനോ? അവനാ നല്ല കഥയെ, അവൻ ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ല. അല്ല, കല്യാണം മുടക്കാനായിട്ട് അവൻ എന്തേലും ചെയ്യുമായിരിക്കും. നാളെ ചെറുക്കനും കൂട്ടി വീട്ടിലേക്ക് വരണ സമയത്ത് അവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നാലോ? മീനാക്ഷി പറഞ്ഞു, ഒന്ന് കയറി വന്നതിന്റെ കൂലി അവന് കിട്ടിയതാ, ഇനി അവൻ കയറി വരാൻ ധൈര്യപ്പെടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അവന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ, ചിലപ്പോ അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അവന്റെ നമ്പർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാനു, അവൻ വിളിക്കത്തില്ലല്ലോ. അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക, അതുകൊണ്ട് എന്നെ വിളിച്ചാലൊന്നും കിട്ടത്തില്ല. എങ്കിൽ പിന്നെ എന്തിനാ നീ പേടിക്കണേ, നീ ധൈര്യമായിട്ടിരിക്കാം, അവന്റെ കാര്യമൊന്നും ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ പെണ്ണ് കാണാൻ വരുവാന്നുള്ള കാര്യം അവൻ എങ്ങനെ അറിയാനാ, ഇനി പറഞ്ഞാലും അതിനകത്തൊരു കുഴപ്പമില്ലെന്നും ഇത്രയും പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി ചോദിച്ചു, ഇതെന്താ അമ്മയ്ക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ ആ തിരളിയിലെ ഒന്ന് കഴി വെക്കാൻ വന്ന. ഇതെന്തിനാ ഇപ്പൊ കഴിയണേ? അല്ല, നാളെ ചെക്കനും കൂട്ടരും വരുമ്പോ തിരളിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്, പിന്നെ വേറെന്തെങ്കിലുമൊക്കെ വേണമല്ലോ.
ബാലേട്ടൻ എന്തെങ്കിലും പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ അമ്മേ, അത് രാവിലെ എങ്ങനെ കഴിയേ പോരായിരുന്നു എന്ന് ശ്രീദേവി ചോദിച്ചു. അത് സാരമില്ല, ഇപ്പൊ കഴിയെ വെക്കുവാണെങ്കിൽ. അമ്മേ അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, രാവിലെ ഏനും കഴി വെച്ചാ മതി. ആ, അല്ല എന്നാലും രാവിലെ വേറെന്താ ഉണ്ടാക്കുന്നേ? ഓ, രാവിലത്തെ കാര്യം രാവിലെ അല്ലേ. അപ്പോഴെന്തേലും നമുക്ക് തയ്യാറാക്കാം. അപ്പച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ മിത്ര പറഞ്ഞു. അപ്പോഴാണ് ഗോമതി അനുവിനെ നോക്കുന്ന. അനു ഭയങ്കര ടെൻഷനിലാന്ന് മനസ്സിലായി. അല്ല, ഇവളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ അനുന്ന് ചോദിച്ചു. ഒന്നുമില്ല. ആ, ഒന്നും ഉണ്ടാവരുത്. രാവിലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അതിനെന്തേലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. നിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയേക്കുന്ന. ഇനിയും നിനക്ക് വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇവിടം കൊണ്ട് നിർത്തിയേക്ക് എന്നൊക്കെ ഗോമതി ഒരു താക്കീത് കൊടുത്തു അനുവിന്. എന്നിട്ട് പറഞ്ഞു, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നേക്കണ്ടല്ലേ. ഇനി ഇവിടെ ചർച്ചയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരെയും മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് ആകാശും ആര്യനും ധർമ്മനും കൂടെ ടെറസയിലിരുന്ന് ആലോചിക്കുവാണ്. ആകാശ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ കല്യാണം മുടക്കാനായിട്ട് അവൻ എങ്ങനെ തുനിഞ്ഞിറങ്ങുമെന്ന് ചോദിച്ചു അലോക്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് ശരിയാ, പറയാൻ പറ്റില്ല. ആര്യം പറഞ്ഞു, അതിന് അവനറിയില്ലല്ലോ, പെണ്ണ് കാണാൻ വരുന്ന കാര്യങ്ങളൊന്നും അവനറിയത്തില്ലോ, അതുകൊണ്ട് ഈ വിവാഹം മുടക്കാൻ വഴിയില്ല. ധർമ്മം പറഞ്ഞു, പറയാൻ പറ്റില്ല. അവൻ എങ്ങനെയും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? എങ്ങനെ അറിയാനാ മാമ? ഒരു കാരണവശാലും അറിയില്ല. ഈ ആലോചനയെ കുറിച്ച് തന്നെ ബ്രോക്കർക്കും നമുക്കും പിന്നെ ആ വീട്ടുകാർക്കും അല്ലേ അറിയുള്ളൂ എന്ന് ചോദിച്ചു. പക്ഷെ ധർമ്മന്റെ മനസ്സിലേക്ക് സുകന്യയുടെ മുഖം വന്നു. അവള് ദേവമംഗലത്തെ കാര്യങ്ങളെല്ലാം കൃഷ്ണമംഗലത്ത് പോയി പറഞ്ഞു കൊടുക്കും. അത് പക്ഷേ എനിക്ക് ഇവിടെ തനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യണ്ടേ? ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. നാളെ പെൺവീട്ടുകാർ വരുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കാം. എന്ത് തിരക്കാന്ന്? അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോ അറിയാലോ അവർ ഈ ബന്ധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ അവരെന്തേലും ചോദിക്കൂലോ. ചോദിക്കാതിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എങ്ങനെയുണ്ട്? അത് കൊള്ളാം, അത് കുഴപ്പമില്ലാത്തൊരു കാര്യം. ഒരു കാരണവശാൽ ഈ ബന്ധം നടക്കാതെ പോവരുത്. ആര്യം പറഞ്ഞു, അങ്ങനെ എങ്ങനെ നടക്കാതെ പോയിട്ടുണ്ട് അലോകിനെ വെട്ടിക്കേറത്തുള്ളൂ. അവനെ പിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി ചെക്കന്റെ അച്ഛനും അമ്മയും ചെക്കനും കൂടെ ബാലന്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ജീവനോട് അവന്റെ അച്ഛൻ വേണുഗോപാൽ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ബന്ധമെങ്കിലും നടക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, രണ്ടുപേരും കൂടെ അവിടെ പോയി ടോമാഞ്ചേരി കളിച്ചാണ്ടല്ലോ, ഈ ബന്ധം കൂടെ നടന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോടൊപ്പം വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് കയറി വന്നു കഴിയുമ്പത്തിനും ബാലനും ഗോമതിയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് ബാലന് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേനും ചെക്കന്റെ അച്ഛൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇതാണ് ചെക്കൻ, എന്റെ മോന് ജീവൻ, പിന്നെ എന്റെ പേര് വേണുഗോപാല്, പിന്നെ ഇത് ഇവന്റെ അമ്മ ജീവന്റെ അമ്മ ജലജയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ തന്റെ പേരും പിന്നെ ഗോമതിയുടെ പേരും വീട്ടിലുള്ള ഓരോരുത്തരെ പരിചയപ്പെടുത്തുവാണ്. മീനാക്ഷിയും മിത്രയും മരുമക്കളുടെ പേരും മക്കളുടെ പേരും എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി. ആ സമയത്ത് ബാലൻ ചോദിച്ചു, അല്ല അനുമോൾ എന്തെന്ന് ചോദിച്ചു. അനുമോൾ അകത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്രയും ശ്രീദേവിയും കൂടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അനു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചായ കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ജീവനും ഉണ്ട്. ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ജീവൻ പറഞ്ഞു, നമ്മളിത് ആദ്യമായിട്ടല്ല കാണുന്നത്, 2ാം തവണയാന്ന് പറഞ്ഞു. ഒരു നിമിഷം അനു വരെ ഞെട്ടിപ്പോയി. 2ാം തവണയോ? ആ സമയത്ത് ജീവന്റെ അമ്മ പറഞ്ഞു, അതെ ഇവന് കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ വെച്ച്. ഇവനൊരു ക്ഷേത്രവാസിയാണേ. ബാങ്കിൽ പോകുന്നതിന് മുമ്പ് എന്നും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ പോവാറുള്ളത്. അപ്പൊ കഴിഞ്ഞ ആയില്യത്തിന് അനു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അനുവിന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോ തന്നെ എനിക്കിത് മതി, കാണാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേക്കും ചെക്കൻ പറഞ്ഞു, എടാ നീ പറയടാന്ന് പറഞ്ഞു. എന്താ രണ്ടുപേരും കൂടെ എന്ന് ബാലൻ ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇവരെപ്പോഴും ഇങ്ങനെയാ, ടോമാഞ്ചെറി ആയിരിക്കും അച്ഛനും മോനും തമ്മില്, അത് പതിവായിട്ടുള്ള ഗുസ്തികളാ എന്നൊക്കെ പറഞ്ഞു. അല്ല അത് പിന്നെ ഇവന് തനിച്ച് അനുവിനോട് സംസാരിക്കാനുണ്ടെന്ന്. ഓ അതാണോ കാര്യം? അതിലെന്താ, രണ്ടുപേരും കൂടെ പോയി തനിച്ച് സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അനുവും ജീവനും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി ആ മാവിന്റെ ചോട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങണം. അപ്പം ജീവൻ പറഞ്ഞു, അതെ ഞാൻ ഓപ്പൺ മൈൻഡാണ്, എല്ലാം തുറന്നു പറയുന്ന ആളാണ്, എന്തുണ്ടെങ്കിലും ഞാൻ തുറന്നു പറയും. പിന്നെ കല്യാണത്തിന് മുമ്പ് ചെക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്ന പോലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെ തുറന്നു പറയാനായിട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് എന്താണേലും അനുവിനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2ാം തവണയാ കാണുന്നതെന്ന്. അപ്പോഴേക്കും അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം പാവം ഇന്നസെന്റ് ആണ് ആള്. ഇയാളെ ചതിക്കാന്ന് പറഞ്ഞില്ല തന്റെ മനസ്സിലൊരാളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനുവിന് ആകെപ്പാടൊരു വെപ്രാളമായി. അപ്പോഴാണ് കൃത്യം കൃഷ്ണമംഗലത്തിന്റെ അവിടെ ബാൽക്കണിന്റെ അവിടെ അലോക് പ്രത്യക്ഷപ്പെട്ടെ. ഈ സമയത്ത് അനു ജീവനോട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അത് പിന്നെ മുൻപെന്താ
മുൻപെന്ന് പറഞ്ഞപ്പോഴത്തേനുമാണ് അലോക് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അനുവിന് സംസാരിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു വെപ്രാളവും ടെൻഷനും ഒക്കെയാ. മീനാക്ഷി മിത്രയും കൂടെ സിറ്റ് ഔട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും അനു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയവരെ. അപ്പൊ മീനാക്ഷി എന്താന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും കണ്ണും കൊണ്ട് കാണിച്ച അലോക് അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അത് മിത്ര മീനാക്ഷിയും കണ്ടു. മിത്ര പറഞ്ഞു, ചേച്ചി അവൻ എന്ത് ദുഷ്ടനാന്ന് നോക്കിയേ. ഇതുപോലൊരു വൃത്തികേടാൻ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്തല്ലോ, കല്ലെടുത്ത് അവന്റെ തലമുടി കിട്ടി ഏറ് കൊടുത്താലോന്ന് ചോദിച്ചു. അയ്യോ, നീ അബദ്ധം ഒന്നും കാണിക്കരുത്. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നേ? അവൻ എന്ത് കാണിക്കാൻ ഇങ്ങനെ നോക്കി നിക്കണെന്ന് ചോദിച്ചു. അവന്റെ ഉദ്ദേശം അറിയാലോ. അവനെ കണ്ടാന്നൊന്നേ അനു ആകെപ്പാടെ ഭയന്നാ നിക്കണേന്ന് പറഞ്ഞു. അനുവിനൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ജീവൻ വാതോരാ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞ് ഇപ്പൊ ജീവൻ പറഞ്ഞു, ദേ ഇപ്പൊ നമ്മള് സംസാരിക്കാൻ തുടങ്ങിട്ട് 10 മിനിറ്റ് ആയി. അനു എന്നോടൊന്നും പറഞ്ഞില്ല കാര്യമായിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞോണ്ടിരുന്നേ. അനു ഒരു ഇൻട്രോവെർട്ടാന്ന് മനസ്സിലായി. എന്നാലും കല്യാണത്തിന് ശേഷം പറയാനായിരിക്കും താല്പര്യപ്പെടുന്നില്ലേ. ചിലരെങ്ങനെയാ കുറച്ച് നന്നായിട്ട് അടുത്താലെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ തിരിച്ചാട്ടോ. സാരമില്ല, ഇനി പറയാനുള്ളത് അനുവിന് കല്യാണത്തിന് ശേഷം പറയാന്ന് പറഞ്ഞു. എനിക്ക് എന്താണല്ലോ അനുവിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അനുവിന് ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു. അപ്പോഴേക്കും മിത്ര മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നു. വന്നിട്ട് ചോദിച്ചു, എന്തായി? ഞാൻ കുറെ സംസാരിച്ചു, പക്ഷെ അനു എന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ചൂടൊക്കെയല്ലേ പുറത്ത്. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ അകത്ത് മുറിയിൽ പോലും സംസാരിച്ചോളാൻ പറഞ്ഞു. വേണ്ട, ഇനി എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനൊന്നുമില്ല, കല്യാണത്തിന് ശേഷം പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ജീവനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അനു പറഞ്ഞു, ചേച്ചി അവൻ അവിടെ വന്ന് ഇപ്പുണ്ടായിരുന്നു, എനിക്ക് നല്ല പേടിയുണ്ട്. അവൻ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞെന്നാ തോന്നിയെന്ന് പറഞ്ഞു. മോളെ, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കയറി വാന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അകത്ത് കല്യാണക്കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞേ, ഞങ്ങൾക്ക് എന്താണെങ്കിലും കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ ബാല, നിങ്ങളുടെ ഭാഗത്തുനിന്ന്? ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊന്നും നോക്കാനില്ല, ചെക്കനെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ അമ്മ പറഞ്ഞു, അതെ അടുത്ത മാസം ഞങ്ങളുടെ മോളുടെ അടുത്തേക്ക് പോകും. അവൾ UK പറഞ്ഞല്ലോ. അവളുടെ ഭർത്താവ് രാജീവന് UK അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടത്തിയിട്ട് പോകാനാ ഞങ്ങൾക്ക് ആഗ്രഹം. 1 മാസം കൂടെ ഉള്ളൂ, അതിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾക്കൊരു വിരോധം ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അനു ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.